നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇത്തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഹാട്രിക് വിജയം നേടും എന്ന തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും യാതൊരുവിധ സംശയവുമില്ല. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പ്രോഗ്രസ് കാർഡുമായാണ് BJP മുന്നേറുന്നത്. അവർ വോട്ടർമാരെ കാണുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. ഈ കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ നയങ്ങളാണ് ആത്മവിശ്വാസം നൽകുന്നത്. നിഷ്പ്രഭരായ എതിരാളികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു നയമോ നിലപാടോ നേതാവോ ഇല്ലാത്തതാണ് യാഥാർത്ഥ്യം. രാജ്യമെങ്ങും മോദി തരംഗം അലയടിക്കുകയാണ്. കേരളവും അതിൽ നിന്നും മാറി നിൽക്കുന്നില്ല. കേരളത്തിലും നരേന്ദ്രമോദിയുടെ സൽഭരണത്തിനുള്ള ജനപിന്തുണ വർദ്ധിക്കുകയാണ്. 10 വർഷം കൊണ്ട് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ ഭാരതത്തെ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്നാൽ മോദിയെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. അഴിമതിക്കാരും കുടുംബാധിപത്യ പാർട്ടിക്കാരും സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മോദിക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 40 വർഷം രാജ്യത്തെ ഭരിപ്പിച്ചു മടുപ്പിച്ച കോൺഗ്രസിനെ ഇന്ത്യൻ ജനത പൂർണ്ണമായും കൈയൊഴിയുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമായ ഇടതു പാർട്ടികൾ നിലനിൽപ്പിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്. കേരളത്തിന് അപ്പുറത്ത് ഒരൊറ്റ മുന്നണിയായി മത്സരിക്കുന്ന കോൺഗ്രസും CPM-ഉം ഇവിടെ പരസ്പരം മത്സരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷങ്ങളായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ എല്ലാ അർത്ഥത്തിലും കേരളത്തെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ മുടക്കം, അഴിമതി, തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷയിലെ വീഴ്ച തുടങ്ങി പൂർണ്ണമായും പരാജയപ്പെട്ട ഇടതുപക്ഷത്തിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അഴിമതിയുടെ കാര്യത്തിൽ സർക്കാരിനോട് മത്സരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. മോദി സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ അംഗമാകാത്ത ആരും തന്നെ ഈ രാജ്യത്തില്ല. അടിസ്ഥാന വികസന രേഖയിൽ മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തുടരണമെന്നും ജനം ആഗ്രഹിക്കുന്നുണ്ട്. മോദി സർക്കാരിന് വോട്ട് ചെയ്യാൻ നിരവധി കാരണങ്ങളുണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക്. BJP സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വികസന വിപ്ലവം നടന്നത് നരേന്ദ്രമോദി ഭരിച്ച കഴിഞ്ഞ 10 വർഷങ്ങളിലാണ്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, കർഷക രംഗത്ത് തുടങ്ങി എല്ലായിടങ്ങളിലും സമഗ്ര വികസനമുണ്ടായി. രാജ്യസുരക്ഷയിലും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലും വലിയ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായത്. എങ്കിലും നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം ഊഴത്തിനായി വോട്ട് ചെയ്യണമെന്ന് ഉറച്ച തീരുമാനത്തിലെത്താൻ പ്രധാനപ്പെട്ട 10 കാരണങ്ങളും കൂടെയുണ്ട്. അന്തസ്സമായി ജീവിക്കാൻ മോദിക്ക് വോട്ട് ചെയ്യാം. സുരക്ഷിതരായി ജീവിക്കാനും മോദിക്ക് വോട്ട് ചെയ്യാം. സ്ത്രീ ശാക്തീകരണത്തിന് വോട്ട് മോദിക്ക്. കർഷക ക്ഷേമം ഉറപ്പാക്കുന്നതിനും വീടുകളിൽ ശുദ്ധജലം എത്തിച്ചതിനും വോട്ട് നരേന്ദ്രമോദിക്ക്. പട്ടിണിക്കയറ്റത്തിന് വോട്ട് മോദിക്ക് തന്നെ ചെയ്യണം. വഴിയോര കച്ചവടക്കാരെ മറക്കാതിരുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിന് വോട്ട് മോദിക്ക്. കർഷക ക്ഷേമം ഉറപ്പാക്കുന്നതിനും വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനും വോട്ട് നരേന്ദ്രമോദിക്ക് തന്നെ. പട്ടിണിക്കയറ്റത്തിന് വോട്ട് മോദിക്ക് തന്നെ ചെയ്യണം.